അപ്പോൾ ഇന്ന് നല്ല മഴ, വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ. പകലും മഴയായിരുന്നു, മഴയായപ്പോഴത്തേനും നല്ല തണുപ്പുമായി. ഇന്ന് നമുക്ക് പഴയ ഒരു 4 മണി പലഹാരമാണ്. ചെറുപയർ പുഴുങ്ങിയത് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അല്ലേ ഇനി നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. ഓപ്പി ചൂട് കാപ്പി വാ കഴിച്ചോ. വൈകിട്ട് എന്നാ കുഞ്ഞ് ഉണ്ടാക്കുന്നേ? അല്ല, മഴയെ സാധാരണ ഇതെങ്ങനെയൊക്കെ കാണുമ്പോ കുഞ്ഞി വൈകുന്നേരം എന്തെങ്കിലും ഒക്കെ പറയുന്നതാണല്ലോ. എന്നാ വൈകിട്ട് കഞ്ഞിയും പേറുവാക്കാം അല്ലേ? കഞ്ഞിയും പേറും അടുത്ത മാസം മുതലാ. കർക്കിടകം 1 തുടങ്ങുമ്പോ വൈകിട്ട് കഞ്ഞിയും പേരും തന്നെയാ. മരുന്ന് കഞ്ഞി, കർക്കിടക കഞ്ഞി. അടുത്ത മാസം കർക്കിടക കഞ്ഞി ആയതുകൊണ്ട് ഈ മാസം ഇന്നെന്നാ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? അത് നമ്മൾ എന്നും പൊറോട്ട പറഞ്ഞു വിടും, എന്നിട്ട് വൈകുന്നേരം നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കും. ചില്ലി ചിക്കൻ ചാറ് കൂട്ടാന്ന്. ചാറ് കൂട്ടുന്നതും കഷ്ണം കൂട്ടുന്നതിനേക്കാളും പത്യക്കേടാ. അതെ, കഷ്ണത്തിലെല്ലാം ചാറിലോട്ട് ഇറങ്ങിയല്ലോ. എനിക്ക് താറാവ് മതി. കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കേ നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? ഇനി ചില്ലി ചിക്കൻ, കുറച്ച് ചിക്കനും കുറച്ച് കോളിഫ്ലവറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് അതിനകത്തോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും. അവിടെ സവോള ആയിരുന്നിട്ട് ഇവിടെ എൻ്റെ കണ്ണ് തീർന്നു. എന്റെ കണ്ണിലോട്ട് നോക്ക്, കണ്ണടച്ച് പിടിച്ചോണ്ടായിരിക്കുന്നേ. തുറക്കത്തില്ല. കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളേ ഇത് ചിക്കനും കോളിഫ്ലവറും ഒക്കെ നമ്മൾ ഇത് പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞായിരുന്നേ. നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് ഒന്ന് ഉരുക്കിയെടുക്കണമെങ്കിലാണ് വലിയ പാട്. നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഇട്ട് എണ്ണ സൈഡിലായി പോയില്ലേ. ഇപ്പോൾ ചിക്കൻ ഇട്ട് കഴിയുമ്പോഴത്തേനും എണ്ണ കയറി കയറി വരും. കോളിഫ്ലവറും കൂടെ ഇടാം. നമ്മുടെ ചിക്കനും കോളിഫ്ലവറും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി. നമുക്കതിനെ കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് ഒരെണ്ണം തവി എടുക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, കോളിഫ്ലവറും ചിക്കനും വറുത്ത് കോരി എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂക്കട്ടെ. ഇനി നമുക്കിതിനകത്തോട്ട് സവോളയും ക്യാപ്സിക്കവും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലപോലെ വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. സോഫ്റ്റായി കിട്ടിയാൽ മതി അല്ലേ? ഒന്ന് ഇതായി കിട്ടിയാൽ മതി. ഒരു ശകലം ഉപ്പിട്ടേ ഇതിനകത്തോട്ട്. അത് മതി. ചിക്കനൊക്കെ ഉപ്പ് വരട്ടി വരത്തതല്ലേ, ഇതിനുള്ളത് മതിയല്ലോ. ഒന്ന് വാടിക്കിട്ടട്ടെ. നമ്മുടെ സോസ് ഇല്ല, സവോളയൊക്കെ വാടി വന്ന് അതിനകത്തിട്ട് നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസും ഒരു സ്പൂൺ നാരങ്ങ നീരും ഒരു ശകലം കാശ്മീരി മുളക് പൊടിയും കൂടെ കലക്കിയതാണത്, കളറിന് വേണ്ടി. ഇത് ഒഴിച്ചിട്ട് തന്നെ അതിന്റെ ഒരു സോഫ്റ്റ് ഇതിലോട്ട് മസാല ഇതൊക്കെ വരുന്ന പോലെ അല്ലേ? കളറ് മാറി. ചില്ലി ചിക്കനൊക്കെ വെച്ചു. ഇനി ചോറ് കൂട്ടി കഴിക്കേണ്ടി വരുവോടെ? അച്ചേപ്പ് വരും. മേടിച്ചോ? വാങ്ങിച്ചെന്നാ പറഞ്ഞത്. ഇനി നമുക്ക് പൊറോട്ട ആയതുകൊണ്ട് ഇച്ചിരി ഗ്രേവി വേണ്ടേ. അതിന് നമുക്ക് ഇത് കോൺഫ്ലവർ 2-3 സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയതാണേ, അത് ഒഴിച്ചു കൊടുക്കാം.
ചാറായ പോലെ തോന്നുമെങ്കിലും ഇപ്പം തന്നെ ഇത് കുറുകിക്കോളും. യെസ്, കോൺഫ്ലവർ ആയതുകൊണ്ട്. കോൺഫ്ലവർ ആയതുകൊണ്ട് ഇപ്പം തന്നെ കുറുകി വരും. ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ലപോലെ കുറുകി. നല്ലപോലെ കുറുകി. നമുക്ക് ഇതിനകത്തോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ക്വാണ്ടിറ്റി കുറവാണ്. അതായത് നമ്മൾ വീണ്ടും ചിക്കൻ മേടിച്ചില്ല. അത് കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചപ്പോഴേ ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി എടുത്ത് വെച്ചതായിരുന്നു. മതിയല്ലോ, വൈകുന്നേരം കുറച്ച് മതിയല്ലോ. അതെ, ലൈറ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയൊക്കെ റെഡിയായി. ചൂട് പൊറോട്ടയൊക്കെ വന്നപ്പോഴത്തേക്കായി നല്ല അടിപൊളി ഒരു മഴ. ഈ മഴയും എല്ലാം ആസ്വദിച്ച് നമുക്ക് പൊറോട്ടയും ചില്ലി ചിക്കനും കഴിച്ചാലോ? ഇതെന്തിനു വാങ്ങിച്ചതാ? ഇവിടുന്ന് നാരകത്തെ നിറച്ച് നാരങ്ങ. പക്ഷേ ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ സാധനം വാങ്ങിക്കാനായിട്ട് കടയിൽ ചെന്നിരുന്നു. അപ്പം പുള്ളി എന്നാ പറയുന്നത്, നാടൻ നാരങ്ങ നമ്മളെ ഒരാൾ പറമ്പിൽ നിന്ന് വച്ചുകൊണ്ട് വന്നാൽ നല്ല സാധനം വേണേ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ നോക്കുമ്പോൾ നല്ല അടിപൊളി നാരങ്ങ, നമുക്ക് നട്ടാലൊക്കെ കൊണ്ട് വാങ്ങിക്കാം. ഈ മിറ്റത്തെ നാരകത്തെ നിറച്ച് നാരങ്ങ അയച്ചു കിടക്കുന്നുണ്ട്. അതെ, എന്നാലും പിന്നെ മഴക്കാലമൊക്കെ അല്ലേ, സാധാരണ വേനൽക്കാലമല്ലേ നാരങ്ങ കുടിക്കാന്ന് കേട്ടിട്ടുണ്ട്. നാരങ്ങ കുടിക്കാൻ ആളില്ലാത്തോണ്ട് തോന്നാം. പണ്ട് നമ്മളെ പപ്പായ ഉള്ളപ്പോ 500 നാരങ്ങയൊക്കെ മേടിച്ചോണ്ട് നമ്മള് വലിയ ഉരുളിക്കകത്തോട്ട് അച്ചാറിട്ടങ്ങ് വെക്കുക. അതിടുമായിരുന്നു. പക്ഷെ ഇതിപ്പം മഴക്കാലമാണ് ചേട്ടാ, അതുകൊണ്ട് നാരങ്ങയ്ക്ക് ചിലവൊന്നുമില്ല. നല്ല നാരങ്ങയാന്ന് പറഞ്ഞപ്പോൾ നല്ല നാരങ്ങയാണ്. പിന്നെ നല്ലതാണ്, സൂപ്പർ നാരങ്ങ. നാരങ്ങ നല്ലതാ, നല്ല മണമുണ്ട്. ആണ് നമ്മൾ പറിക്കുന്നവരെ നമ്മൾ നാരകത്തെ നിൽക്കുന്നത് തന്നെ. പിന്നെ ഒരു കിലോ നന്നാക്കാൻ പോകാം. ഇരിക്കട്ടെ. നാരങ്ങ തന്നെയാണോ ഈ വെച്ചേക്കുന്നത്? ഇത് കൊള്ളാലോ. കഴിച്ചാലോ? ടേബിൾ സെറ്റ് ആക്കിയത് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ഒരേ പാറ്റേണാ, ഒരെണ്ണം ഒഴിച്ച്. നീ എന്നാ പറഞ്ഞ അവന് 10 കോഴിയെ മാറ്റി കൊടുത്ത് ഇവനൊരു പശുവിനെ മാറ്റി കൊടുക്കും. കാരണം ഒരുത്തന് പാല് എപ്പോഴും വേണം. പാല് നേരത്തെ കുടിക്കുകയല്ല. ഇപ്പം പാല് വേണം, ഒരുത്തന് മുട്ട വേണം. എന്നാ പിന്നെ ഒരാൾക്ക് 10 കോഴി, ഒരാൾക്ക് ഒരു പശു. അപ്പൊ രണ്ടുപേരും കൂടെ അവർ ഷെയർ ചെയ്തോളൂല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു പണിയാവും, ആൾക്കൊരു പണിയാവും. 4 മണിക്ക് വന്നു കഴിയുമ്പോൾ ഒരു പണി, അവരെ തന്നെ നേരമില്ല. എന്നാണ് സംഭവം കൊണ്ടുള്ളത്. പക്ഷേ ഈ ചില്ലി ചിക്കനേക്കാളും ഒക്കെ പൊറോട്ടയ്ക്ക് ടേസ്റ്റ് എന്നാണെന്നല്ലോ. മീൻകറി പച്ചത്തേങ്ങ അരച്ചോ? അമ്മച്ചിക്ക് എന്നാ സ്പെഷ്യല്? എനിക്ക് മുട്ടത്തോരൻ. ഇത് കൂട്ടത്തില്ല. പത്തിയുണ്ടല്ലേ? അതെന്നു ചോദിച്ചാൽ ഈ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോഴേ കുറച്ച് സാധനങ്ങൾ കഴിക്കലുണ്ടോ? ഇതേ പത്യം ഇല്ലെന്നാ. അപ്പം അത് അധികം പത്യം എടുക്കുന്നുണ്ടോ? വിചാരമാണ്. അതുകൊണ്ട് അച്ചമ്മച്ചിക്ക് മുട്ടത്തോരൻ ചിക്കൻ ഇട്ടും കൂട്ടിട്ടുണ്ടോ? അന്ന് കഴിക്കണം. ചാറ് അധികം കൊള്ളത്തില്ലാത്ത കൊള്ളാമേ. കോഴി കഴിക്കുന്നത്, കോഴിയും കോഴിമുട്ടയും കഴിക്കുന്നത് പറഞ്ഞത്. നമ്മൾ എന്നാ സാധനം ഉണ്ടാക്കിയാലും 10 മിനിറ്റ് കൊണ്ട് താമസം. ഇവിടുത്തെ തണുപ്പല്ലേ? ഈ പൊറോട്ട തുറന്നപ്പോൾ ചൂടുണ്ടായിരുന്നു. നല്ല ചൂട് പൊറോട്ട വാങ്ങിച്ചു. എന്നാ മേടിച്ചത്? ഞങ്ങൾ വന്ന വഴിക്ക് നല്ലൊരു തട്ടുകട ഉണ്ടാവില്ല, അവിടെ നിന്നൊരു 10 പൊറോട്ട ആക്കി വാങ്ങി. ഇപ്പം എന്നെങ്ങനെയുണ്ട്? എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ചില്ലി ചിക്കൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, വേറെ എല്ലാം നമ്മൾ സെറ്റാണ്. അതെ, എനിക്ക് ഉപ്പ് നോക്കത്തില്ലായിട്ടല്ലേ, നോക്കിയിട്ട് ഞാൻ പറയായിരുന്നു. അച്ഛമ്മ ചേച്ചി ഉപ്പ് നോക്കാന്ന് പറഞ്ഞ രൂപ സമ്മതിക്കില്ല. കൊള്ളാം. അപ്പം നല്ല രീതിക്കൊക്കെ നന്നാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി വളരെ നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.